നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ രാമായണമാണ്. രാമായണം കഥ പറയാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പിലുള്ള വീഡിയോകളിലൊക്കെ കേട്ട് കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പിലുള്ള വീഡിയോകളിലുമൊക്കെയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഹാഭാരതത്തിലെ വ്യാസഭഗവാൻ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് രാമായണത്തിനെ പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്നത്. രാമായണം നമുക്ക് ഭാരതീയരായിട്ടുള്ള മിക്കവാറുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. അപ്പം അതിലെ ഏറ്റവും കാഴ്ചക്കുറിക്കിയ രൂപത്തിൽ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വ്യാസഭഗവാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം വിദ്വാൻ കെ പ്രകാശം വിവർത്തനം ചെയ്ത സമയത്ത് അത് എങ്ങനെയാണോ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ വീണ്ടും പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ എന്നോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ വലിയൊരു നന്ദി പറയുന്നുണ്ട്. കാരണം പ്രേക്ഷകർ ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൂ. മെസ്സേജ് ഇടുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഞാനിതൊരു ദൗത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുക്കന്മാർ ഇത് കാണുന്നുണ്ടെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസവും കൂടി എനിക്കുണ്ട് എന്തായാലും. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്നാജി ഞാൻ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നവ്യ, സുമതി ചേച്ചി, അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുകയും എന്നോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെയുള്ള വളരെ വലിയൊരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് സേതുബന്ധനം നടത്തി കോടിക്കണക്കിന് വരുന്ന വാനരന്മാരോടൊപ്പം ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും സുഗ്രീവ ഹനുമാനാദികളോടുമൊക്കെ ഒപ്പം ചേർന്നിട്ട് ലങ്കാതീരത്തെത്തി തമ്പടിച്ചതുവരെയാണ് നമ്മൾ കേട്ടത്. മാർക്കണ്ഡേയനാണ് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യുധിഷ്ഠിരനാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ രാക്ഷസന്മാർ പാർത്തുകൊണ്ടിരുന്ന ലങ്ക. സുസജ്ജമായിട്ടുള്ള കോട്ട കൊണ്ട്, വളരെ ഉറപ്പുള്ള സുരക്ഷാ വലയം കൊണ്ടും സുരക്ഷിതമാണെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ലങ്കാവാസികളൊക്കെ കഴിഞ്ഞിരുന്നത്. ആ ലങ്കാപുരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള കോട്ടയും അതിനു ചുറ്റും 7 നിര കിടങ്ങുകളും ഉണ്ടായിരുന്നു. ആ കിടങ്ങുകൾ നിറയെ മുതലകളെ നിറച്ചിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളമില്ലാത്ത കിടങ്ങുകളിലൊക്കെ കുന്തങ്ങൾ നാട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ദുർഘടങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ കോട്ടയിലേക്ക് കടക്കാനും അതിനോടൊപ്പം തന്നെ ആ കോട്ടയെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനോടൊപ്പം തന്നെ രാമൻ പടയുമായിട്ട് വരുന്നു എന്നറിഞ്ഞിട്ട് രാവണൻ വളരെ വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. അപ്പോൾ രാവണൻ അവിടെ തൻ്റെ സേനയെല്ലാം ഈ വാനര സൈന്യത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെ പലതരത്തിലുള്ള ആയുധങ്ങളുമായിട്ട് യുദ്ധസജ്ജരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കടന്നെല്ലാം ദുർഘടമായിട്ടുള്ള ലങ്കയുടെ രാജധാനിയിലേക്ക് ബാലിപുത്രനായിട്ടുള്ള ശക്തനായിട്ടുള്ള വാനര രാജകുമാരനായ അങ്കദൻ ശ്രീരാമ ഭഗവാന്റെ ദൂതുമായിട്ട് കടന്നിരുന്നു. അവിടെ തന്നെ നോക്കി രോക്ഷാകുലരായിട്ട് നിൽക്കുന്ന രാക്ഷസന്മാരുടെ ഇടയിലൂടെ, മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ തേജോമയനായിട്ടുള്ള അങ്കദൻ നടന്ന് രാവണൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് അങ്കദൻ രാവണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. രാജാവെ, കീർത്തിമാനായിട്ടുള്ള ശ്രീ രാമചന്ദ്ര ഭഗവാൻ കാലോചിതമായിട്ടുള്ള ഒരു സന്ദേശം അങ്ങയോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് യഥാപ്രകാരം അങ്ങ് അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു അത്യാഹിതം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് സാധിക്കും. രാജാവ് തന്നെ ഇന്ദ്രിയങ്ങൾക്ക് അധീനപ്പെട്ട് നീതി തെറ്റി നടക്കുകയാണെങ്കിൽ ആ ദുർനടപ്പ് കൊണ്ട് രാജ്യത്തെയും പ്രജകളെയും മുഴുവൻ അത് ബാധിക്കും. സീതയെ അപഹരിക്കുന്നത് കൊണ്ട് നീ എൻ്റെ മുമ്പിൽ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നീ ചെയ്ത തെറ്റുകൊണ്ട് നീ മാത്രമല്ല അനുഭവിക്കാൻ പോകുന്നത്, നിന്റെ കുലം മുഴുവനും ഇവിടെ നശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിന്റെ അതിയായിട്ടുള്ള ബലം കൊണ്ട് നീ രാജർഷിമാരെ വധിക്കുകയും വനവാസികളായിട്ടുള്ള മുനികളെ കൊന്നുതള്ളുകയും ദേവന്മാരെ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ കടന്നു പിടിച്ചിട്ട് അവർ കരയുന്നതിനിടയിൽ ഭവാൻ അവരെ കൊന്നിട്ടുണ്ട്. ആ വക ദുഷ്ടകർമ്മങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഭവാനെ മന്ത്രിമാരുൾപ്പെടെ ഞാൻ കൊല്ലാതെ വിടാൻ പോകുന്നില്ല. നീ ആണത്തത്തോടു കൂടിയിട്ട് വന്നിട്ട് എന്നോട് എതിരിടുക. മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് നീ എന്നെ നിസ്സാരനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ്റെ വില്ലിൻ്റെ വീര്യം ഞാൻ കാണിച്ചു തരാം. നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സീതയെ നീ വിട്ടു തന്നേക്കുക, അല്ലെങ്കിൽ കൂരമ്പുകളാൽ ഞാൻ നിൻ്റെ ഈ രാക്ഷസ വംശത്തെ മുഴുവനും മുടിച്ചു കളയും. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. അങ്കദൻ്റെ ഈ രീതിയിലുള്ള ദൂത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവണൻ കോപം കൊണ്ട് വിറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് 4 ശക്തരായിട്ടുള്ള രാക്ഷസന്മാർ അങ്കദൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. അവനെ അവിടെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ സമയത്ത് അങ്കദൻ നിഷ്പ്രയാസം ഈ 4 രാക്ഷസന്മാരെയും വഹിച്ചുകൊണ്ട്
ആകാശത്തിലേക്ക് ഉയർന്നിട്ട് ശക്തിയായിട്ട് ആ തറയിലേക്ക് വന്ന് ചാടിയിരുന്നു. ആ സമയത്ത് അങ്കദൻ്റെ ദേഹത്ത് പിടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന ആ രാക്ഷസന്മാരെല്ലാവരും തറയിലേക്ക് ശക്തിയായിട്ട് വീണിട്ട് തൽക്ഷണം അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് രാക്ഷസന്മാർക്ക് മുന്നോട്ട് അടുക്കാൻ പറ്റുന്നതിന് മുമ്പ് ഒറ്റച്ചാട്ടത്തിന് അങ്കദൻ രാജകൊട്ടാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിന് മുകളിലെത്തി. അവിടെ നിന്ന് അടുത്ത ഒരു ചാട്ടത്തിന് അദ്ദേഹം തിരിച്ച് രാമസന്നിധിയിൽ എത്തിച്ചേർന്നു. രാമസന്നിധിയിൽ എത്തിയിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അങ്കദൻ ശ്രീരാമ ഭഗവാനോട് ഉണർത്തിച്ചു. ഇത് കേട്ടിട്ട് ശ്രീരാമന് അങ്കദനോട് വലിയ വാത്സല്യമായി. രാവണൻ ദൂതനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൽ കോപിഷ്ഠനായിട്ടുള്ള രാമൻ പിന്നെ യുദ്ധം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സുഗ്രീവന് കൊടുത്തു. അതിശക്തന്മാരായിട്ടുള്ള വാനരന്മാർ ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ ലങ്കാപുരിയുടെ തെക്കേ കോട്ടയുടെ വാതിൽ തകർത്ത് അവരാ കോട്ടയിലുള്ള കാവൽ നിന്നിരുന്ന രാക്ഷസന്മാരെയെല്ലാം വധിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരിക്കലും തകർക്കാൻ പറ്റാത്തത് എന്ന് വിചാരിച്ചിരുന്ന രാവണന്റെ സേനകളെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ട് ആ ശക്തരായിട്ടുള്ള വാനരന്മാർ ഉള്ളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചാരത്തിൻ്റെ നിറത്തിലുള്ള കാൽപാദം വരെ കൈകൾ നീണ്ടുകിടന്നിരുന്ന കോടിക്കണക്കിന് കരടികളാണ് ആ ലങ്കാപുരിയിലേക്ക് പാഞ്ഞു കയറി അവിടെ മുഴുവനും തച്ചുടച്ചത്. കോട്ടയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന വാതിലുകളെല്ലാം ഈ വാനരക്കൂട്ടങ്ങൾ തകർത്തെറിഞ്ഞു. യന്ത്രസാമഗ്രികളെല്ലാം തകർത്തെറിയുകയും ആനപ്പടയുള്ളവരെയെല്ലാം നിശേഷം തച്ചുടക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ട് കോട്ടയ്ക്ക് മുകളിൽ കാവൽ നിന്നിരുന്ന രാക്ഷസന്മാരെല്ലാവരും കൂടെ പേടിച്ചവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സമയത്ത് രാവണന്റെ നിർദ്ദേശപ്രകാരം അതിശക്തന്മാരും മായാവികളുമായിട്ടുള്ള രാക്ഷസന്മാർ മഴ പെയ്യുന്നത് പോലെ അസ്ത്രമെയ്ത് ഈ വാനരപ്പടയെ തടഞ്ഞു നിർത്തി. അതിനുശേഷം അവർ അതിശക്തമായിട്ടുള്ള അക്രമം അഴിച്ചുവിട്ടിട്ട് ആ വാനരന്മാരെ എല്ലാവരെയും ആ കോട്ടയിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. പിന്നെ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പരസ്പരം മാന്തിയും കടിച്ചും പരസ്പരം തലയിട്ടടിച്ചുമൊക്കെ അവരെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി. ശ്രീരാമചന്ദ്രൻ ആ സമയത്ത് മഴ പെയ്യുന്നത് പോലെ അസ്ത്രങ്ങൾ ലങ്കാനഗരിക്ക് മുകളിലേക്ക് വർഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ലങ്കാനഗരിക്കുള്ളിൽ സുരക്ഷിതമെന്ന് വിചാരിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന രാക്ഷസന്മാരുടെയൊക്കെ പുറത്തേക്ക് വന്നിട്ട് ആ ശരങ്ങൾ വീഴാൻ വേണ്ടി അവരൊക്കെ അവിടെ മരിച്ചു വീഴാൻ വേണ്ടിയിട്ടും തുടങ്ങി. ലങ്കാപുരിയുടെ കോട്ട ഇങ്ങനെ തകർത്തതിന് ശേഷം ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം വാനരപ്പട മുഴുവനും പിന്നിലേക്ക് വലിഞ്ഞിട്ട് അവർ തിരിച്ചുപോയി താവളങ്ങളിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. വിശ്രമം കഴിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് ശക്തി വീണ്ടെടുത്ത വാനരന്മാർ വീണ്ടും ലങ്കയ്ക്ക് നേരെ ആക്രമണം ആരംഭിച്ചു. രാവണ സൈന്യം പല ക്ഷുദ്ര രാക്ഷസന്മാരോടും ഒത്തുചേർന്നിട്ട് ഈ വാനരപ്പടയെ എതിർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി. പർവണൻ, പതനൻ, ജംഭൻ, ഖരൻ, ക്രോധവശൻ, ഹരി, പൃരുജൻ, അരുജൻ, പ്രഹസൻ തുടങ്ങിയ മായാവികളായിട്ടുള്ള രാക്ഷസന്മാർ അവർ അദൃശ്യരായിട്ട് വന്നിട്ട് വാനരന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് വിഭീഷണൻ തൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആ മായാവികളെല്ലാം വീണ്ടും പ്രത്യക്ഷരാക്കി തീർത്തു. വളരെയധികം ദൂരം ചാടാൻ വേണ്ടിയിട്ട് കഴിവുള്ള ശക്തരായിട്ടുള്ള വാനരന്മാർ ദൂരെ നിന്നും ഈ രാക്ഷസന്മാരുടെ പുറത്തേക്ക് ചാടി വീണ് അവരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഇത് കണ്ട രാവണൻ തന്നെ നേരിട്ട് തൻ്റെ വലിയ സൈന്യത്തിനോടൊപ്പം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഇന്ദ്രനെ പോലെ തന്നെ യുദ്ധശാസ്ത്രം അറിയാമായിരുന്ന രാവണൻ ഇന്ദ്രവ്യൂഹം കൂട്ടി കപീന്ദ്രന്മാരെ ചുറ്റിൽ നിന്നും വളയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്ത് ഭഗവാൻ രാമൻ ബൃഹസ്പതി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു വ്യൂഹം ചമച്ചുകൊണ്ട് രാവണൻ്റെ സൈന്യവ്യൂഹത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. രാവണൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനോട് ലക്ഷ്മണൻ പോരാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിരൂപാക്ഷൻ എന്ന് പറയുന്ന അസുരനോട് സുഗ്രീവനും, തുണ്ടനോട് നളനും, പടുശൻ എന്ന് പറയുന്ന അസുരനോട് പനസൻ എന്ന് പറയുന്ന വാനരനും, അങ്ങനെ പരസ്പരം ശക്തിമാന്മാരായിട്ടുള്ള രാക്ഷസന്മാരും ബലവാന്മാരായിട്ടുള്ള വാനരന്മാരും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള യുദ്ധമാണ് അന്നവിടെ നടന്നത്. രാവണൻ ശൂലം, വാള്, വേല്, കുന്തം മുതലായവയൊക്കെ രാമന് നേരെ പ്രയോഗിച്ചു. രാമൻ ആ സമയത്ത് അതൊക്കെ അസ്ത്രങ്ങളുകൊണ്ട് തകർക്കുകയും രാവണൻ നേരെ തൻ്റെ കൂർത്ത ശരങ്ങൾ രാവണനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെ ഇന്ദ്രജിത്തിന് നേരെ ലക്ഷ്മണനും കൂർത്ത ശരങ്ങളെ അവനെ പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ദ്രജിത്തും തിരിച്ച് അസ്ത്രങ്ങൾ ലക്ഷ്മണനെയും മുറിപ്പെടുത്തി. പ്രഹസ്തൻ എന്ന് പറയുന്ന അസുരനും വിഭീഷണനും പരസ്പരം ചിറകുകൾ വെച്ച് അമ്പ് വെച്ചിട്ട് പരസ്പരം മുറിവേൽപ്പിച്ചു. മഹാസ്ത്രങ്ങൾ കൈവശമുള്ള ആ വീരന്മാർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത്. ആ സമയത്ത് ലോകം മുഴുവൻ യുദ്ധത്താൽ വിറയ്ക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. പരിക്കേറ്റ രാവണൻ തിരിച്ച് ലങ്കാപുരിയിലേക്ക് പോയി. ആ സമയത്ത് പ്രഹസ്തൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള അസുരൻ വിഭീഷണന് നേരെ അതിശക്തമായിട്ടുള്ള തൻ്റെ ഗതയെടുത്ത് നല്ല ശക്തിയിൽ ഒരു താടനം വിഭീഷണൻ്റെ ശരീരത്തിൽ കൊടുത്തു. പക്ഷേ താടനമേറ്റിട്ടും അതിശക്തനായിട്ടുള്ള വിഭീഷണന് വലിയ പരിക്കൊന്നുമില്ലാതെ അതിൽ നിന്നും രക്ഷപ്പെട്ടു. ആ സമയത്ത് വിഭീഷണൻ മണികൾ കെട്ടിയ ഒരു വേലെടുത്തിട്ട് അത് തലയ്ക്ക് നേരെ അതിശക്തിയായിട്ട് എറിഞ്ഞു.
ആ വേലി എന്നിട്ട് പ്രഹസ്തൻ്റെ തല ദൂരേക്ക് തെറിപ്പിച്ചു വിട്ടു. അങ്ങനെ പ്രഹസ്തൻ എന്ന് പറയുന്ന രാവണൻ്റെ അതിശക്തനായിട്ടുള്ള രാക്ഷസൻ അവിടെ മരിച്ചു വീണു. പ്രഹസ്തൻ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന അസുരൻ വാനര സൈന്യത്തിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു വന്നിട്ട് വാനര സൈന്യത്തിനെ മുഴുവനായിട്ട് അരിഞ്ഞു തള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൻ്റെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ വാനരന്മാരെല്ലാം പല ദിക്കിനും കരഞ്ഞുകൊണ്ട് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. വാനരന്മാരൊക്കെ ഇങ്ങനെ പായുന്ന കണ്ടപ്പോൾ അതിബലവാനായിട്ടുള്ള ഹനുമാൻ ധൂമ്രാക്ഷനെ എതിർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പർവ്വതം പോലെയുള്ള ശരീരവുമായിട്ട് അവിടേക്ക് എത്തിച്ചേർന്നു. ഹനുമാൻ വന്നിട്ട് ധൂമ്രാക്ഷനെ എതിർക്കുന്നത് കണ്ടിട്ട് ഓടിപ്പോയ കപീന്ദ്രന്മാരൊക്കെ തിരിച്ച് യുദ്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ മഹായുദ്ധത്തിൽ ധൂമ്രാക്ഷൻ ഹനുമാനുമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത്. അതിശക്തന്മാരായിട്ടുള്ള അവരെ പരസ്പരം മരങ്ങൾ പറിച്ചടിക്കുകയും കുടുമുടുകൾ പറിച്ച് എറിയുകയും ചെയ്തു. രണ്ടുപേരും തുല്യശക്തിയോട് കൂടിയിട്ട് പോരാടിയെങ്കിലും അതിശക്തമായിട്ടുള്ള ഹനുമാൻ്റെ താടനമേറ്റിട്ട് ധൂമ്രാക്ഷനും അവിടെ മരിച്ചു വീണു. ധൂമ്രാക്ഷനും മരിച്ചു വീണ് കണ്ടപ്പോൾ വാനരന്മാരെല്ലാവരും കൂടെ വിജയഘോഷം മുഴക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ധൂമ്രാക്ഷനും മരിച്ചു വീണതറിഞ്ഞപ്പോൾ വാനരന്മാരെല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് രാക്ഷസ സൈന്യത്തെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. തങ്ങളുടെ കൂട്ടത്തിലുള്ള രാക്ഷസന്മാരെല്ലാവരും കൂടെ ചത്തു വീഴുന്നതറിഞ്ഞതുകൊണ്ട് ആ രാക്ഷസപ്പടം മുഴുവൻ പേടിച്ച് തിരിച്ചോടി രാവണൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. പ്രഹസ്തനും ധൂമ്രാക്ഷനുമൊക്കെ മരിച്ചതറിഞ്ഞിട്ട് രാവണൻ ചിന്താകുലനായി തീർന്നു. അങ്ങനെ തൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണനെ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ട സമയമായെന്ന് രാവണന് മനസ്സിലായി. അങ്ങനെ കുംഭകർണനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കൽപ്പന രാവണൻ പുറപ്പെടുവിച്ചു. 6 മാസമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുംഭകർണനെ ഉണർത്താൻ വേണ്ടിയിട്ട് അനേകം ആനകളും വലിയ ഘോഷങ്ങളുമൊക്കെ ആയിട്ട് അവനെ നിദ്രയിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്തു. അങ്ങനെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഒടുവിൽ അവസാനം കുംഭകർണൻ തൻ്റെ ഉറക്കത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ആ സമയത്ത് കുംഭകർണൻ ഇത്ര വലിയ ആപത്തൊക്കെ ഉണ്ടാകുന്ന സമയത്തും കിടന്നുറങ്ങുന്നതിൽ അസ്വസ്ഥനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള രാവണൻ ചെന്നിട്ട് പറഞ്ഞു, ഒടു കുംഭകർണ, ഈ ലങ്കാപുരിക്ക് ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചത്? നമ്മുടെ ശക്തരായിട്ടുള്ള അസുരന്മാരെയൊക്കെ രാമനും കൂട്ടരും ചെന്ന് കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി നീ യുദ്ധത്തിന് ഇറങ്ങിയാൽ മാത്രമേ എനിക്കൊരു സമാധാനമാകുള്ളൂ. നീ ഇപ്പോൾ തന്നെ യുദ്ധാസജ്ജനായിട്ട് ഇറങ്ങിച്ചെന്നിട്ട് രാമനെയും കൂട്ടരെ ഇപ്പോൾ തന്നെ വധിച്ചു കളയുക. ഉടനെ തന്നെ പടച്ചേട്ട ഇട്ടുകൊണ്ട് നീ യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുക. നീയല്ലാതെ വേറെ ആർക്കും ഇനിയും ലങ്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതിശക്തന്മാരായിട്ടുള്ള വജ്രവേഗനും പ്രമാധിയും നിനക്ക് കൂട്ടുവരും. വൻ പടയോടൊപ്പം നീ രാമനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇപ്രകാരം ശക്തനായിട്ടുള്ള കുംഭകർണനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സജ്ജനാക്കി ഇറക്കിയതിന് ശേഷം രാവണൻ വജ്രവേഗനോടും പ്രമാധിയോടും യുദ്ധകളത്തിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ കുംഭകർണനെ മുമ്പിൽ നടത്തി അവർ ലങ്കാപുരിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുംഭകർണാദികൾ യുദ്ധകളത്തിലേക്ക് വന്നപ്പോൾ അവർ കണ്ടത് വാനര സൈന്യം ജയിച്ചു നിൽക്കുന്നതാണ്. ആ സമയത്ത് ശ്രീരാമൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുംഭകർണൻ നോക്കിയ സമയത്ത് ലക്ഷ്മണനെയാണ് മുമ്പിൽ കണ്ടത്. അങ്ങനെ കുംഭകർണൻ ലക്ഷ്മണനെ പിടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ്റെ നേരെ പായാൻ തുടങ്ങിയപ്പോൾ ശക്തരായിട്ടുള്ള വാനരന്മാർ ഒരു ഭയവും കൂടാതെ കുംഭകർണൻ്റെ ദേഹത്തേക്ക് ചാടി വീണിട്ട് കുംഭകർണനെ വലത് രീതിയിൽ പ്രഹരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അവരെ കുംഭകർണൻ്റെ ദേഹം മാന്തിപ്പറിക്കാനും കടിക്കാനും മർദ്ദിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ ശക്തനായിട്ടുള്ള ഭീകരമായിട്ടുള്ള ശരീരമുള്ള കുംഭകർണനെ ഇതൊന്നും ഏശീയതയില്ല. കുംഭകർണൻ ആ സമയത്ത് വാനരന്മാരിലെ അതിശക്തരായിട്ടുള്ള പോരാളികളായിട്ടുണ്ടായിരുന്ന ബലനെയും ചണ്ടബലനെയും വജ്രബാഹുവിനെയും അവൻ പിടിച്ച് വിഴുങ്ങി. ഇത് കണ്ടിട്ട് ബാക്കിയുള്ള വാനരന്മാരൊക്കെ നിലവിളിച്ചുകൊണ്ട് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ സൈന്യം നിലവിളിച്ചുകൊണ്ട് പായുന്ന കണ്ടിട്ട് വാനരരാജാവായിട്ടുള്ള സുഗ്രീവൻ കുംഭകർണനോട് എതിർക്കാൻ വേണ്ടിയിട്ട് കുംഭകർണൻ്റെ മേലെ ചെല്ലാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. വലിയൊരു പൈൻമരം പറിച്ചെടുത്തിട്ട് സുഗ്രീവൻ കുംഭകർണൻ്റെ തലയിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു അടി വെച്ച് കൊടുത്തു. പക്ഷേ ആ അടി കൊണ്ടിട്ട് പൈൻമരം ചിതറിപ്പോയതല്ലാതെ കുംഭകർണനെ ചെറിയൊരു പരിക്ക് പോലും പറ്റിയില്ല. ആ സമയത്ത് കുംഭകർണൻ ശക്തമായിട്ടൊന്ന് അലറുകയും സുഗ്രീവനെ ഇടതുകൈ കൊണ്ട് പിടിച്ച് അമർത്തിക്കൊണ്ട് അവനെയും എടുത്തുകൊണ്ട് കുംഭകർണൻ ലക്ഷ്മണന് നേരെ നടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സമയത്ത് വീരനായിട്ടുള്ള ലക്ഷ്മണൻ സുഗ്രീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർണം കെട്ടിയ ഒരു മാരകമായിട്ടുള്ള ഒരു അസ്ത്രം കുംഭകർണൻ്റെ നെഞ്ചിന് നേരെ അയച്ചു. ആ അസ്ത്രം കുംഭകർണൻ്റെ നെഞ്ചിനെ തകർത്തിട്ട് അവൻ്റെ ശരീരത്തിനുള്ളിലേക്ക് തുളച്ചു കയറി. വേദന സഹിക്കാനാവാതെ കുംഭകർണൻ സുഗ്രീവനെ വിട്ടയച്ചു. പിന്നീട് കുംഭകർണൻ അതിഭയങ്കരമായിട്ടുള്ള കോപത്തോട് കൂടിയിട്ട് വലിയൊരു പാറയും എടുത്തുകൊണ്ട് ലക്ഷ്മണന് നേരെ അലറിക്കൊണ്ട് പാഞ്ഞെല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ 2 കൈകളെയും തീക്ഷ്ണമായിട്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ട് ലക്ഷ്മണൻ അരിഞ്ഞു വീഴ്ത്തി. പാറയോട് കൂടിയിട്ട് തന്നെ ആ കൈകൾ കുംഭകർണൻ്റെ ദേഹത്ത് നിന്നും തെറിച്ചുപോയി. ആ സമയത്ത് മായാവിയായിട്ടുള്ള അസുരൻ്റെ ശരീരത്തിൽ 2 കൈക്ക് പകരം 4 കൈകൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാറകൾ പൊക്കിയെടുത്ത ആ കൈകളെയൊക്കെയും വീരനായിട്ടുള്ള ലക്ഷ്മണൻ അസ്ത്രങ്ങൾ കൊണ്ട് അറുത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. മഹാമായാവിയായിട്ടുള്ള കുംഭകർണന് പല പ്രാവശ്യം ലക്ഷ്മണൻ കൈയും തലയും കാലുകളും ഒക്കെ മുറിച്ച് മാറ്റിയിട്ടും അവിടെയൊക്കെ പുതിയതായിട്ടുള്ള അംഗങ്ങൾ മുളച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സാധാരണ അസ്ത്രങ്ങൾ കൊണ്ട് ഇവനെ വധിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായിട്ടുള്ള സൗമിത്രി അപ്പോൾ ബ്രഹ്മാസ്ത്രം മന്ത്രം ചെയ്ത് ആ മഹാരാക്ഷസന് നേരെ അയച്ചു. ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് കുംഭകർണൻ
ഒരു മല പോലെ അവിടെ മറിഞ്ഞു വീണും ചത്തു. അവൻ്റെ അടിയിൽപ്പെട്ടിട്ട് അനേകം രാക്ഷസന്മാരും അനേകം വാനരന്മാരും മരണമടയുണ്ടായി. കുംഭകർണൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ അസുര വീരന്മാരെല്ലാം കൂടെ പേടിച്ച് പായുന്നത് കണ്ടിട്ട് അസുര യോദ്ധാക്കളായിട്ടുള്ള വജ്രവേഗനും പ്രമാഥികനും അതിശക്തമായിട്ടുള്ള അക്രമം വാനരസേനയ്ക്ക് നേരെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ലക്ഷ്മണൻ ഗർജിച്ചുകൊണ്ട് ഈ രണ്ട് രാക്ഷസന്മാരെയും എതിർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ലക്ഷ്മണനും ഈ അസുരന്മാരും തമ്മിൽ രോമാഞ്ചജനകമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഉണ്ടായത്. ബാക്കിയുള്ളവരൊക്കെ യുദ്ധം നിർത്തി ഇവർ തമ്മിലുള്ള യുദ്ധം കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ തമ്മിലുള്ള പോരാട്ടം ഒരു മുഹൂർത്ത സമയം നീണ്ടു നിൽക്കുകയുണ്ടായി. ഈ സമയത്ത് മാരുതപുത്രനായിട്ടുള്ള ഹനുമാൻ വലിയൊരു പർവ്വതത്തിൻ്റെ ഭാഗം അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് അടിച്ച് ഈ വീരരാക്ഷസന്മാരെ വധിച്ചു. ആ സമയത്ത് മാരുതപുത്രനായിട്ടുള്ള ഹനുമാൻ ഒരു പർവ്വതത്തിൻ്റെ ഭാഗം ഇളക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഓടി വന്നിട്ട് അതുകൊണ്ട് വജ്രവേഗ രാക്ഷസനെ ശക്തിയായിട്ട് മർദ്ദിച്ച് അവനെ വധിച്ചു. ആ സമയത്ത് അതിശക്തനായിട്ടുള്ള വാനരനായിട്ടുള്ള നീലൻ വലിയൊരു പാറക്കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് പ്രഥമിയെ ഇടിച്ച് തകർത്ത് അവിടെ കൊന്നു വീഴ്ത്തുകയും ചെയ്തു. രാമരാവണ സൈന്യങ്ങൾ തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത്. പക്ഷേ അന്നത്തെ യുദ്ധത്തിൽ കൂടുതലായിട്ട് മരിച്ചു വീണത് രാക്ഷസന്മാരായിരുന്നു. വാനരന്മാരിൽ താരതമ്യേന എണ്ണം കുറഞ്ഞ ആൾക്കാരാണെന്ന് മരിച്ചു വീണത്. ഈ രാമരാവണ യുദ്ധം രാമായണത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനും യുദ്ധരംഗങ്ങളായിരുന്നു. അപ്പോൾ നാളെ കൊണ്ട് നമുക്ക് ഈ രാമോപാഖ്യാനം അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.